ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു താളി നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര, ചെമ്പത്തിയുടെ ഇല, ചെമ്പത്തിയുടെ പൂവ് അല്ലെങ്കിൽ മൊട്ട്, ഏതായാലും നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇത് പനിക്കൂർക്കയുടെ ഇലയാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ചിലവർ എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് ഒരു മഞ്ഞ കറ കാണും. അത് എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിടാം. പിന്നെ ഞാൻ അലോവേര കട്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ള് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കളയും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് കോട്ടായിട്ടുള്ള അതിൻ്റെ തൊലി ഞാൻ തൊലി മാത്രമായിട്ട്, അതിൽ ജെല്ലെടുക്കാതെ തൊലി മാത്രമായിട്ടാണ് എടുക്കാറ്. അതെടുത്ത് കളയും. എന്നിട്ട് ആ സെക്കൻഡ് കോട്ടും കൂടെ റിമൂവ് ചെയ്തിട്ട് ആ ജെല്ല് മാത്രമായിട്ടാണ് എടുക്കാറ്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഈ അലോവേരയുടെ തൊലി തീരെ പറ്റില്ല. എൻ്റെ തലയിൽ ഭയങ്കര ചൊറിച്ചിലും ഇറിറ്റേഷനും വരും. തലയിലായാലും ഫേസിലായാലും എനിക്ക് ഈ തൊലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത് ഓരോരുത്തരെ സ്കാൽപ്പിൻ്റെ ആവാം. എനിക്ക് എങ്ങനെയാണ് ഓക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എനിക്ക് എന്തായാലും അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. പിന്നെ എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല രീതിക്ക് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. നിങ്ങളെ ഹെയറിൻ്റെ ലെങ്ത്ത്, ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പം എനിക്കിതേ ആവശ്യമുള്ളൂ. എൻ്റെ ഹെയറിന് അതൊരു ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് അത്ര മതി. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം എൻ്റെ ഹെയർ എത്രത്തോളം ഫ്രിസ്സായിട്ടാണ് ഇരിക്കുന്നതെന്ന്. നല്ല രീതിക്ക് ഫ്രിസ്സിയാണ് ഹെയർ. നല്ല ഹെയർ ഫോളും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെയർ തീരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിക്ക് റിസൾട്ട് വരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണം. ചിലർ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്കാൽപ്പിൽ നിന്നല്ലേ മുടി വലുതായി വരുന്നതെന്ന്. അങ്ങനെയല്ല. നമ്മൾ സ്കാൽപ്പിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുക അതേപോലെ ഹെയർ ലെങ്ത്തിലും ചെയ്യണം. പിന്നെയെന്ന് വെച്ചാൽ ഇത് മുടി നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കുന്ന ഒരു താളിയാണ്. അപ്പോൾ ഹെയർ ലെങ്ത്തിൽ എന്തായാലും അപ്ലൈ ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കാണിക്കുക. അപ്പം ഞാൻ എന്തായാലും ഇത് തലയിൽ ഒരു 10 to 20 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. നിങ്ങൾ അത്ര സമയം തന്നെ വെക്കുക. നീരിറക്കമുള്ളവരാണ് വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ മുടി ഇനി ഡ്രൈ ആയിട്ട് കാണാം കേട്ടോ. അപ്പം എൻ്റെ മുടി ഡ്രൈ ആയതിനു ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കേളപ്പ് ക്രീമോ ഒന്നും യൂസ് ചെയ്തതല്ല. ഞാൻ ഈ താളി യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഹെയറിൻ്റെ നാച്ചുറൽ കേൾസ് നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്ത് കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി റിവ്യൂ എന്നോട് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും താളി വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.